ശബരിമലയിൽ മേൽശാന്തിമാരുടെ മുറിയിലെ നെയ് വിൽപ്പന തടഞ്ഞ് ഹൈക്കോടതി. പായ്ക്ക് ചെയ്തു വെച്ച മുഴുവൻ നെയ്യും ദേവസ്വം ബോർഡിനെ ഏൽപ്പിക്കണം. തന്ത്രി, മേൽശാന്തി, ഉൾക്കഴകം എന്നിവരുടെ മുറികളിൽ അഭിഷേകത്തിന് നെയ്യ് വാങ്ങുന്നത് നിരോധിച്ചു. 100 രൂപയ്ക്ക് നെയ്യ് വിൽപ്പന നടത്തിയിരുന്നത് സ്പെഷ്യൽ കമ്മീഷനാണ് ഹൈക്കോടതി അറിയിച്ചത്. ബിനിൽ ചേർന്നുണ്ട്. ബിനിൽ, വിവരങ്ങൾ. രതീഷ്, ശബരിമലയിൽ ഇത്തവണ നട തുറന്ന ശേഷം ഒരു നിയമപരമല്ലാത്തൊരു കാര്യം അവിടെ നടക്കുന്നുവെന്ന് സ്പെഷ്യൽ കമ്മീഷനാണ് ഹൈക്കോടതി അറിയിച്ചത്. പ്രത്യേകിച്ച് മേൽശാന്തിമാരുടെ മുറിയിൽ 100 രൂപയ്ക്ക് പാക്ക് ചെയ്ത് വെച്ച ആടിയ ശേഷം നെയ് അത് വിൽപ്പന നടത്തുന്നു എന്നതായിരുന്നു റിപ്പോർട്ട്. ദേവസ്വം ബോർഡ് തന്നെ ശബരിമല സന്നിധാനത്ത് ആടിയ ശേഷം നെയ് വിൽപ്പന നടത്തുന്നുണ്ട്. ഇത് കൂടാതെയാണ് മേൽശാന്തിമാരുടെ ഉൾക്കഴകങ്ങളുടെയൊക്കെ മുറികളിൽ ഇത്തരത്തിൽ ആടിയ ശേഷം നെയ് വിൽപ്പന നടത്തിയിരുന്നത്. ഇത് നിയമവിരുദ്ധമാണെന്നും തെറ്റായ നടപടിയാണെന്നും കണ്ടെത്തിക്കൊണ്ടാണ് ഹൈക്കോടതി ഇത് കർശനമായി ഇടപെട്ടിരിക്കുന്നത്. ഇവരുടെ കൈവശമുണ്ടായിരുന്ന മുഴുവൻ പാക്ക് ചെയ്ത നെയ്യും തിരിച്ച് ദേവസ്വം ബോർഡിന് കൈമാറാനാണ് ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമെന്നത് ശബരിമല സന്നിധാനത്ത് എത്തുന്ന എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമുണ്ട്. അവിടെ നെയ്യഭിഷേകത്തിന് ടിക്കറ്റ് എടുക്കണം. ഈ ടിക്കറ്റ് കൂടാതെ തന്നെ പലയിടത്തും ഈ ശാന്തിമാരും ഒക്കെ തന്നെ നെയ്യ് വാങ്ങി അഭിഷേകം ചെയ്ത് കൊടുക്കുന്നത് അവിടെ പലപ്പോഴും കണ്ടിട്ടുണ്ട്. അതിനും കൂടി ഹൈക്കോടതി ഇടപെട്ടിരിക്കുന്നു. തന്ത്രി, മേൽശാന്തി, ഉൾക്കഴകം ഇവരുടെ മുറികളിൽ മറ്റും ഭക്തരിൽ നിന്ന് നെയ് അഭിഷേകത്തിന് വേണ്ടി വാങ്ങരുത്. അത് കർശനമായി നിരോധിച്ചുകൊണ്ടുള്ള ഉത്തരവാണ് ഇപ്പോൾ ദേവസ്വം ബെഞ്ചിന്റെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത്. കൃത്യമായും ടിക്കറ്റ് എടുത്ത് മാത്രമേ അവിടെ നെയ്യഭിഷേകം നടത്താൻ പാടുള്ളൂ. തേങ്ങയ്ക്കനുസരിച്ച്, അതായത് നെയ്ത്തേങ്ങയ്ക്കനുസരിച്ച് കൃത്യമായും ടിക്കറ്റ് എടുക്കുക. ടിക്കറ്റിന്റെ അടിസ്ഥാനത്തിൽ മാത്രം നെയ്യഭിഷേകം നടത്തിയാൽ മതി. അല്ലാതെയുള്ള എല്ലാ നടപടികളും ഹൈക്കോടതി നിരോധിച്ചിരിക്കുകയാണ്. അതായത് ദേവസ്വം ബോർഡിന് നമ്മൾ പണം കൊടുത്ത് ടിക്കറ്റ് എടുത്ത് നിയമാനുസൃതം നടത്തുന്ന നെയ്യഭിഷേകം മാത്രമേ ശബരിമല സന്നിധാനത്ത് പാടുള്ളൂ. മറ്റേതെങ്കിലും കുറുക്കു വഴികളിലൂടെ നെയ്യഭിഷേകം നടത്താൻ പാടില്ല. അത് കർശനമായി നിരോധിച്ചിരിക്കുന്നു. തന്ത്രി, മേൽശാന്തി, ഉൾക്കഴകം അങ്ങനെ അവിടെയുള്ള മറ്റ് സംവിധാനങ്ങൾ ഒരു തരത്തിലും ഇത്തരത്തിൽ നെയ്യഭിഷേകത്തിനുള്ള ഒരു ശ്രമം നടത്തരുത്. ഭക്തരിൽ നിന്ന് നെയ്യ് വാങ്ങരുത്. അത്തരത്തിൽ കൃത്യമായൊരു നിർദ്ദേശമാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്നത്. അതേസമയം വലിയ തിരക്ക് അനുഭവപ്പെടുന്ന ദിവസങ്ങളിൽ ഇപ്പോൾ മറ്റു വഴികളിലൂടെ നെയ്യഭിഷേകം ചെയ്ത് നൽകുന്നുണ്ടെങ്കിൽ, നെയ്യ് സ്വീകരിക്കുന്നുണ്ടെങ്കിൽ അക്കാര്യത്തിൽ ഹൈക്കോടതി ഇടപെടുന്നു. അതേസമയം തന്നെ വേഗത്തിൽ നെയ്യഭിഷേകം ചെയ്യാൻ കഴിയുന്നൊരു സംവിധാനം കൂടി വേണ്ടിവരില്ലേ? മാത്രമല്ല, ഇപ്പോൾ വലിയ തിരക്കുള്ളപ്പോൾ വേഗത്തിൽ ഭക്തർ മലയിറങ്ങാനുള്ള ക്രമീകരണമായിരിക്കും പോലീസിൻ്റെ ഉൾപ്പെടെ ഭാഗത്തുണ്ടാകുക. അപ്പോൾ അഭിഷേകം ചെയ്ത നെയ്യ് അല്ലാതെ ലഭിക്കാൻ മറ്റെന്തെങ്കിലും വഴികളുണ്ടോ? അത്തരം എന്തെങ്കിലും പരാമർശം ഉണ്ടോ കോടതിയുടെ ഭാഗത്തുനിന്ന്? അങ്ങനെ വേണ്ടി വരില്ലേ? രതീഷ്, ഇപ്പോൾ തന്നെ അഭിഷേകം ചെയ്ത നെയ്യ് നൽകുന്ന കൗണ്ടറുകൾ ശബരിമല സന്നിധാനത്ത് ദേവസ്വം ബോർഡിന്റേതായി പ്രവർത്തിക്കുന്നുണ്ട്. ആ കൗണ്ടറുകൾ തുടരാം. അതായത് നിയമാനുസൃതം ദേവസ്വം ബോർഡ് തന്നെ അവിടെ ആടിയ ശേഷം നെയ്യ് വിൽപ്പന നടത്തുകയാണ്. ആ വിൽപ്പന നടത്തുമ്പോഴാണ് മേൽശാന്തിമാരുടെ മുറിയിൽ ഇത്തരത്തിൽ ആടിയ ശേഷം നെയ്യ് 100 രൂപയ്ക്ക് വിൽക്കുന്നതായി സ്പെഷ്യൽ കമ്മീഷണർ റിപ്പോർട്ട് ചെയ്തത്. ശരി, വ്യക്തമാണ് ബിനിൽ.